നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാദിഷ്ടമായ ഇലയുടെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിൻ്റെ ഫില്ലിങ്സ് വളരെ വെറൈറ്റിയാണ് കേട്ടോ. ഒന്ന് കണ്ടു നോക്കിയാലോ. ഇത് നെയ്യിലാണ് തയ്യാറാക്കുന്നത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നെയ്യ് ഉരുകിയതിന് ശേഷം അതിലേക്ക് നല്ല മധുരമുള്ള വരിക്കച്ചക്ക, പഴുത്ത വരിക്കച്ചക്ക ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ചക്ക ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുമില്ലല്ലോ. ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. പിന്നെ നല്ല ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ ഒരു കലവറയാണിത്. അതുകൊണ്ട് ശരീരത്തിന് വളരെയധികം ഗുണമുള്ളതാണ് ഈ ചക്ക. ഇനി രണ്ടാമതായി നമ്മൾ ചേർക്കുന്നത് ശർക്കരയാണ്. ഏകദേശം 1 കപ്പ് ശർക്കര. പിന്നെ മധുരത്തിൻ്റെ ആവശ്യകത അനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ ചേർക്കുന്നത് തേങ്ങയാണ്. ഏകദേശം 1 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. തീ നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം. ഈ ചക്കരയൊക്കെ ഉരുക്കി ചക്കയിൽ നല്ലതുപോലെ യോജിക്കണം. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി അല്പം ഏലക്ക കൂടി ചേർക്കാം. ശർക്കര ഉരുകി ചക്ക നല്ലതുപോലെ വെന്ത് നല്ലതുപോലെ യോജിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മാവ് തയ്യാറാക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടിയിൽ അല്പം ഉപ്പ്, വെള്ളം എന്നിവ ചേർത്ത് നല്ലതുപോലെ കുഴച്ച് യോജിപ്പിച്ചെടുക്കണം. പച്ചവെള്ളം ചേർത്താണ് കുഴയ്ക്കുന്നത്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നതിനേക്കാൾ അല്പം കൂടി ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഇനി ഇത് നമുക്ക് ഇലയിൽ വെച്ച് പരത്തിയെടുക്കാം. കയ്യിൽ അല്പം വെള്ളം തടവിയതിന് ശേഷം വേണം കുഴയ്ക്കാൻ, അല്ലെങ്കിൽ മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കും. വളരെ കനം കുറച്ച് വേണം പരത്താൻ. കനം കുറച്ച് പരത്തുമ്പോഴാണ് വളരെ ടേസ്റ്റ് കിട്ടുന്നത്. ഈ ഒരു രീതിയിൽ പരത്തിയെടുക്കണം. അതിനുശേഷം നമുക്കിതിൽ ഫില്ലിങ്സ് നിറയ്ക്കാം. ഇത് കുറേശ്ശെ എടുത്ത് നമ്മൾ പരത്തി വെച്ച ഈ മാവിൽ നിറയ്ക്കുക. എല്ലാ ഇടവും വരത്തക്ക തരത്തിൽ നല്ലതുപോലെ പരത്തി യോജിപ്പിക്കണം. ചക്കയും ശർക്കരയും തേങ്ങയും എല്ലാം കൂടിയുള്ള ഈ ഫില്ലിങ്സ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഇതുപോലെ എല്ലാ ഇടവും ആ ഒരു ഫില്ലിങ്സ് എത്തുന്ന തരത്തിൽ നമ്മൾ പരത്തി യോജിപ്പിക്കണം. അതിനുശേഷം ഈ ഇല രണ്ടായിട്ട് മടക്കുക. ഇങ്ങനെ ബാക്കിയുള്ള മാവും ഇതുപോലെ ഇലയിൽ പരത്തി ഫില്ലിങ്സ് വെച്ച് മടക്കിയെടുക്കണം. എല്ലാ അടയും തയ്യാറായതിനു ശേഷം ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം. അതിനായി ഒരു ഇഡ്ഡലിക്കുട്ടകത്തിൽ അല്പം വെള്ളം വെച്ചതിന് ശേഷം ഈ തട്ടിൻ്റെ മുകളിലായി ഓരോ ഇലയുടെയും വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുക. എല്ലാ ഇലയുടെയും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടപ്പ് വെച്ച് മൂടി വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 20 മിനിറ്റ് വേണം ഈ ഇലയുടെ തയ്യാറാകാൻ. ഇലയുടെ എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ നിന്നും മാറ്റാം. ഇനി ഇത് തുറന്ന് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇലയുടെയാണിത്. ഇത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും നമസ്കാരം.